കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിലേക്ക് കടക്കുകയാണ്. നമുക്കൊപ്പം ഇപ്പോഴുള്ളത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം മുകേഷാണ്. മുകേഷിനോട് ചോദിക്കാം. മുകേഷ് ഏട്ടാ, നമ്മൾ കൃത്യം ഒരു മാസം മുമ്പാണ് കാണുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു ആദ്യം പ്രചരണം തുടങ്ങിയതായിരുന്നു. ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. ചിത്രം പൂർണ്ണമാണ്. ഇപ്പോഴെന്താ പറയാൻ? അല്ലേ, അന്ന് ഞാൻ അത്ര ആത്മവിശ്വാസം ഉണ്ടെന്നുള്ളത് പൂർണ്ണമായും ഉൾക്കൊണ്ട് പറഞ്ഞതല്ല. ഇന്ന് ഉൾക്കൊണ്ട് പറയുന്നു. തികഞ്ഞ ആത്മവിശ്വാസം. കാര്യം ഈ സാധാരണ ആൾക്കാർ നമ്മൾ ചെല്ലുമ്പോൾ സ്വീകരണ പരിപാടികളെല്ലാം ഒരുമാതിരി സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് ഇനി ഒരു റൗണ്ട് കൂടെ ഉള്ളൂ. അവരുടെ ഒരു ആവേശം, അതിനകത്ത് കാപട്യമില്ല. അവരുടെ സത്യസന്ധത, അവരുടെ കണ്ണിലെ തിളക്കം, ചിരി, സംസാരം, ഹാരമണിയിക്കൽ, ഇതെല്ലാം ഒരു അഭിനേതാവെന്ന നിലയിലും ലോകം പരിചയം നമുക്ക് കിട്ടിയ നിലയിലും ഞാൻ വിലയിരുത്തുമ്പോൾ അതിനകത്തൊന്നും ഒരിക്കലും അവർക്ക് കള്ളം കാണിക്കാൻ പറ്റില്ല. ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. ഇതിപ്പോൾ പ്രചരണം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എല്ലായിടത്തും എം മുകേഷ് ആദ്യം പ്രചരണം തുടങ്ങുന്നു, ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. അപ്പോൾ ഈ പോളിംഗ് ആരംഭിച്ച് അല്ലെങ്കിൽ കൗണ്ടിങ് ആരംഭിച്ച് ആദ്യം വിജയം പ്രഖ്യാപിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാവുമോ പോലും? അതെല്ലാം നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അതെല്ലാം LDF-കാർ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതൊക്കെ മറ്റുള്ളവർ പറഞ്ഞോട്ടെ. 7:30 8:30 എന്നൊക്കെ കുറേ പറഞ്ഞ് ഇത് എത്ര കാലമായിട്ട് പറയുന്നു. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ തന്നെ 2 പ്രാവശ്യവും നിയമസഭയിൽ നിന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് കെട്ടിവെച്ച കാശെന്ന് പറഞ്ഞ് തുടങ്ങി. പിന്നീട് വൻഭൂരിപക്ഷമായി, പിന്നീട് നേരിയ ഭൂരിപക്ഷമായി, പിന്നെ ഇഞ്ചോടിഞ്ച് മത്സരമായി. അവസാനം റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എത്രയോ പിന്നിലായിരുന്നു അവർ. അപ്പോൾ അതൊക്കെ നമ്മൾ കുറേ കണ്ടതാണ്. പക്ഷേ ഒരു കാരണമില്ല ഇപ്രാവശ്യം എന്തെങ്കിലും തരത്തിൽ LDF-ന് മോശം വരാൻ, അല്ലെങ്കിൽ LDF-ൻ്റെ ആ തരംഗം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്. അതിന് വിപരീതമായി ചിന്തിക്കാൻ ഒരു മലയാളിക്ക് റീസൺ ഇല്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കൊല്ലത്ത് ഭയങ്കര ചൂടാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ചൂടുള്ള ഇടങ്ങളിലൊന്നാണ്. അവിടെ ഏതാണ്ട് 1.5 മാസമായിട്ടൊക്കെ പ്രചരണ രംഗത്ത് തുടർച്ചയായി ഇറങ്ങുക എന്ന് പറയുന്നത് നല്ല വെല്ലുവിളിയാണ്. അല്ല, അത് ഒരു വലിയ അനുഭവമാണ്. ഇത്രയും ഘോരമായ ഈ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങുമ്പം പേപ്പറിനകത്ത് വാർണിംഗാണ്. ഗവൺമെൻറ് വാർണിംഗ്, അതല്ലാതെ വാർണിംഗ്. ഈ 11 മണി കഴിഞ്ഞ് 3 മണി വരെ പുറത്തിറങ്ങരുത്, സൂര്യതാപം ഏൽക്കും, സൺസ്ട്രോക്ക് വരും, ഉഷ്ണമേഖലയായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നു, ഇത് വേറെ അസുഖങ്ങൾ വരും, സൗണ്ട് പോകും, പനി വരും, താങ്ങാൻ പറ്റാത്തപ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് ആകും. ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ ഒരു ബുദ്ധി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാ സ്ഥലത്തും എത്തുക, എല്ലാം ചെയ്യുക. എന്നാൽ അതിനകത്ത് ഒരു നമ്മളെ ആരാണ്, എന്താണ്, നമ്മുടെ ആരോഗ്യം എന്താണ്, ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു പോക്കാണ്. ഇതുവരെ സക്സസ്ഫുള്ളാണ്. ഇന്ന് CM ഉണ്ട് പ്രചരണത്തിന് ജില്ലയിൽ. അതെ, ഇന്ന് 3 സ്ഥലത്ത് കൊല്ലം മണ്ഡലത്തിൽ സ്വീകരണമുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്വീകരണ പരിപാടി തൽക്കാലം വേറൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. ഇന്ന് രവിപുരത്തായിരുന്നു സ്വീകരണം നടത്തേണ്ടത്. അപ്പോൾ അത് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ 3 സ്ഥലത്തും സ്ഥാനാർത്ഥി പോകണം എന്നുള്ളതാണ് LDF-ൻ്റെ തീരുമാനം. വലിയ ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രിയുടെയൊക്കെ വരവ് നൽകും. അല്ല, അങ്ങനെ അത്രയും ആത്മവിശ്വാസം LDF-നും മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ഉള്ളത് കൊണ്ടാണല്ലോ ഇത്രയും വേദികൾ മുഖ്യമന്ത്രി നേരിട്ട് വരുന്നു. അവിടെയെല്ലാം ജനങ്ങളുടെ വലിയ പങ്കാളിത്തം, അവിടെയെല്ലാം ആൾക്കാർ എന്താണ് പറയാനുള്ളത് സസൂക്ഷ്മം കേൾക്കുന്നു, ശ്രദ്ധിച്ച് കേൾക്കുന്നു. ഇതെല്ലാം തന്നെ കേരളത്തിൻ്റെ, കൊല്ലത്തിൻ്റെ പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, തൊഴിലാളികളുടെ ജില്ലയാണ് കൊല്ലം. അവർക്ക് അറിയാൻ വയ്യാത്ത രാഷ്ട്രീയം വേറെ ആർക്കും അറിഞ്ഞൂടാ. അത്രയ്ക്ക് രാഷ്ട്രീയം ബോധമുള്ളവരാണ്. അപ്പോൾ അവർ ശരിക്കും അവരും ആത്മവിശ്വാസത്തിലാണ്. UDF സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞു, ഒട്ടും പൊളിറ്റിക്കൽ അല്ല കൊല്ലത്തെ മത്സരം, പൊളിറ്റിക്കൽ സ്ഥാനാർത്ഥിയെ നിർത്തി ജയിക്കാനുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടാണ് കലാകാരനെ ഇറക്കിയത് എന്ന ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായി. അല്ല, അതെല്ലാം അവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ശരിക്കുള്ള ചിന്തിക്കുന്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സമാധാനത്തിൽ ആ
അത് ഉൾക്കൊണ്ട് പറയുമ്പോഴാണ് പല പല നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുന്നത്. എപ്പം ഒരു ആദിയോ സംഭ്രമമോ പരിഭ്രമമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പറയുന്നതെല്ലാം തെറ്റിപ്പോകും. അപ്പോൾ അത് കാരണം തെറ്റുന്നതാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പുള്ളി ശരിക്കും എന്തെങ്കിലും ഒന്ന് ഒലച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമൊന്നും ഞാൻ വിവരിക്കുന്നില്ല. അതെല്ലാം ഗിഫ്റ്റാണ്. എല്ലാവർക്കും കലാകാരനാകാൻ പറ്റുന്നില്ലല്ലോ. കലാകാരൻ എന്ന് പറയുമ്പോൾ നീ കല മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതി, വേറെയൊക്കെ ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നത് എത്ര ഭോഷ്കത്തരമാണ്. ഇപ്പം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ, ഞങ്ങൾക്ക് ജനസേവനം ചെയ്തുകൂടെ? 7.5 കൊല്ലം 8 കൊല്ലം ചെയ്തിട്ട് ഇവരുടെ മുമ്പിലേക്ക് കാണിച്ചു കൊടുത്തില്ലേ 1748. അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. അപ്പം സംവാദത്തിന് വാ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പോലും ആ രാഷ്ട്രീയം പോലും എനിക്ക് മനസ്സിലാവും. ഞാൻ ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ വോട്ടാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് സമയമെങ്കിലും സംവാദം എന്നൊക്കെ പറഞ്ഞിട്ട്, സംവാദം നമ്മൾ ബ്രോഷർ അടിച്ച് കൊടുത്തില്ലേ, അതിനകത്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറ. പിന്നെ അവരെ 20 ദിവസം ഒളിവിലോ കഴിഞ്ഞിട്ട് നാളെ വരുന്നു മറ്റന്നാൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് വികസന രേഖ കൊണ്ടുവന്നിട്ട് സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു തമാശ നമ്മൾ കണ്ടിട്ടില്ല. സംവാദത്തിൽ നിന്ന് മുകേഷ് ഒളിച്ചോടി എന്നാണ് UDF സ്ഥാനാർത്ഥി പറയുന്നത്. അല്ല, അത് അങ്ങനെ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എന്തോ ഒരു ഒലച്ചിലോ ഒരു പിന്നെ ഭ്രമം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനെന്തിനാ ഒളിച്ചോടുന്നെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ഈ ബ്രോഷറേ ഇല്ല. ഞാൻ 1748 കോടി രൂപയുടെ പിന്നെ വികസനം നടത്തി, ഞാൻ അത് കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ ഒന്നും ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവാദമൊക്കെ. ഇത് സംവാദമല്ലേ ഈ ബ്രോഷർ? അപ്പോൾ അത് നോക്കി പഠിച്ച് ആ സ്ഥലത്ത് അതൊക്കെ ഉണ്ടോ, ഇതെല്ലാം ഇതിൻ്റെ പിന്നിൽ സത്യമാണോ എന്നറിയാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാതെ പോട്ടെ. ഇദ്ദേഹം ഒരു വികസന രേഖ ഇറക്കിയിട്ട് LDF സംവാദത്തിന് വിളിച്ചല്ലോ, അതിനെപ്പറ്റി ഒരക്ഷരം പറയുന്നില്ലല്ലോ. സംവാദത്തിന് വരട്ടെ, അവർക്കും ബ്രോഷറുണ്ട്, സംവാദത്തിന് വരട്ടെ. അപ്പോൾ ആ സംവാദം അവിടെ നിൽക്കട്ടെ. മറ്റേ സംവാദം ഇതാരടുത്താണ് ഇവരൊക്കെ വരട്ടുന്നത്? എൻ്റെ അടുത്താണോ വരട്ടുന്നത്? എനിക്ക് സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനമേ കലയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഉള്ളൂ. എനിക്കിവരെ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ അതിനൊരു ന്യൂസ് കവറേജും കുറച്ച് വാല്യൂ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ എന്നെ സംവാദത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ആൾക്കാർ വന്നിരുന്നിട്ട് TV-യിലൂടെ പുറത്ത് കാണാനുള്ള ടെക്നിക്കൊക്കെ എനിക്ക് മനസ്സിലാവും. അതൊക്കെ കയ്യിരുന്നാൽ മതി. ഇപ്പോൾ ഇലക്ഷൻ്റെ വർക്ക് നാട്ടുകാരടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ പരിഹാസ്യനാകാതെ ഞാൻ റെയിൽവേ കൊണ്ടുവന്നു, ഞാൻ ബൈപ്പാസ് കൊണ്ടുവന്നു, ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കും. ബിഡായി ബംഗ്ലാവിൽ പോലും ഞാൻ ഇത്രയും നല്ല തമാശ പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ സംവിധായകൻ തിരുത്തും. നോ, അത് വേണ്ട, അത് ഓവർ ആക്ഷനാണ്, അത് ലോജിക്കില്ലാത്തതാണ്, അതെന്ന് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ എടുത്ത് ദൂരക്കളയും, ബിഡായി ബംഗ്ലാവ് പൊളിഞ്ഞു പോകും എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. എന്ത് പറഞ്ഞാലും അതിനകത്ത് ഒത്തൻറ്റിസിറ്റി വേണം. വെറുതെ രാഷ്ട്രീയ ഗിമ്മിക്സുകളിലൊന്നും ഞാൻ നിന്നു കൊടുക്കത്തില്ല. കൊല്ലത്ത് നിയമസഭാ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരാളെ ഉള്ളോ ഇടതുപക്ഷത്തിന് എന്ന് ചോദിക്കുന്നു. മുകേഷിന് വലിയ സംഭവമാണോ? ഇവരെന്നെ ഇങ്ങനെ ഉയർത്തുകയാണ് കാര്യം. അപ്പം ഞാൻ ചോദിക്കട്ടെ, 10 കൊല്ലമായിട്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല, 10 കൊല്ലമായിട്ട് നാട്ടുകാർ പറയുന്നതാണ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. അവർക്ക് മാറ്റി ചിന്തിച്ചൂടെ? വേറെ എത്രയോ പേരുണ്ട്. പിന്നെ ഞാൻ തോൽപ്പിച്ചത് ചെറിയ ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങ് ജയിച്ചു പോയാൽ പോരായിരുന്നു. അപ്പം നാട്ടുകാരെ ഒരു പ്രാവശ്യം പൊട്ടക്കണ്ണം മാവേലി എറിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലത്തുള്ള എല്ലാവരും ഇങ്ങനെ പൊട്ടക്കണ്ണന്മാരാണോ? മാവേലി എറിഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് മാങ്ങ വീഴ്ത്താൻ. ഇതെല്ലാം ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇതൊക്കെ വളരെ സങ്കടകരമാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവർ ചെയ്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക, വികസനങ്ങൾ ചൂണ്ടിക്കാണിക്കുക, എന്നിട്ട് അന്തസ്സായിട്ട് ജയിക്കാനോ അല്ലെങ്കിൽ കുറച്ച് വോട്ട് മേടിക്കാൻ നോക്കുക. അല്ലാതെ എതിർ സ്ഥാനാർത്ഥി കലാകാരനാണ്, എതിർ സ്ഥാനാർത്ഥി നർമ്മം അറിയാവുന്ന ആളാണ്, എതിർ സ്ഥാനാർത്ഥി സിനിമയിൽ അഭിനയിക്കുന്നു, TV-യിൽ അഭിനയിക്കുന്നു, എന്തിനാണ് ഇയാൾ? അതൊന്നും അല്ല, അതിൻ്റെ രീതി അതല്ല. അതെല്ലാം നോർമലായിട്ട് സമചിത്തതയോടുകൂടി ചിന്തിച്ച് വിവേകപൂർണമായി പെരുമാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവർക്ക് തന്നെ തോന്നും ഇതെല്ലാം വളരെ ബാലിശമായി പോകും. കലാകാരന്മാരെ അംഗീകരിക്കുമെന്ന് പറഞ്ഞല്ലോ, മറ്റൊരു കലാകാരൻ കൂടി മത്സര രംഗത്തുണ്ട്, പ്രധാന കാൻഡിഡേറ്റിൽ ഒരാളായി.
അല്ല, ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നില്ലല്ലോ. അദ്ദേഹം അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. ഈ ആർക്ക് വേണമെങ്കിലും ജനസേവനത്തിനും ഇലക്ഷനും ഒക്കെ നിൽക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ നാട്ടിലുണ്ട്. ഇവരൊക്കെ ഈ ജനാധിപത്യം എന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെ പ്രധാന കാര്യം എവരിബഡി ഈസ് ഈക്വൽ. എല്ലാവർക്കും അവരവരായിട്ട് റൈറ്റ്സ് ഉണ്ട്. അത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, അവർക്കതില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്ത് വിരോധാഭാസമാണ്, എന്ത് മണ്ടത്തരമാണ്. അതൊന്നും പിറ്റി അത്രയേ ഉള്ളൂ. ഏതൊരു സാഹചര്യത്തെയാണെങ്കിലും കഥകളിലൂടെ മുകേഷ് ഏട്ടൻ അവതരിപ്പിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ സ്ക്രീനിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ 2 തവണയെ നേരിട്ട് കാണുന്നുള്ളൂ. ഇപ്പോഴത്തെ മുകേഷ് ഏട്ടൻ്റെ ചൂടും, പുറത്തെ ചൂട്, തെരഞ്ഞെടുപ്പ് ചൂട്, വിവാദങ്ങൾ, ആ ഒരു ചെറിയ കഥയിലൂടെ ഞങ്ങളുടെ പ്രേക്ഷകരോട് അതെങ്ങനെ പറയും? അല്ല, കഥയൊക്കെ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ് വിജയകഥയായിട്ട് പറയാം. ഇപ്പം അത് ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം സോഷ്യൽ മീഡിയയും അവരുടെ ആൾക്കാരും എല്ലാം ഉണ്ട്. ഒരു മിസ്റ്റേക്ക് എൻ്റെ വായിൽ നിന്ന് വരാനോ എൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് വരാനോ കാര്യം വേറെ ഒന്നുമില്ല പറയാൻ. ഇയാൾക്ക് ഇത്രമാത്രം ജനപിന്തുണ എവിടെ നിന്ന് കിട്ടുന്നു, ഇയാൾ എന്തിനാണ് ഇത്രയും മാത്രം വികസനം കൊണ്ടുവന്നത്, ഇദ്ദേഹം എന്തിനാണ് ഇത്രമാത്രം ഗ്ലാമർ കൊല്ലത്ത് കൊണ്ടുവന്നത്, ഇങ്ങനെയൊക്കെ വിലപിക്കാനല്ലാതെ ഒരു മിസ്റ്റേക്ക്. എനിക്ക് ഏറ്റവും വലിയ ചിരിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ഒരു ചാനലിൽ വന്ന ന്യൂസാണ്. ഞാൻ സ്വീകരണം ഏറ്റുവാങ്ങി, വണ്ടിയിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി, ഇനി സ്ഥാനാർത്ഥി സ്വീകരണത്തിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് മൈക്കെടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാളൊരു മാല കൊണ്ടുവന്നു, ഒരു റിബൺ മാല കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. ഞാനത് മേടിച്ച് അകത്തോട്ടിട്ടു. അത് കട്ട് ചെയ്തിട്ട് എതിർ സ്ഥാനാർത്ഥി പൂമാല ഇട്ടിട്ട് എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നത് ഞാനെടുത്ത് ഇങ്ങനെ അകത്തിട്ട് കാണിക്കുന്നു പറഞ്ഞാൽ പാപ്പരത്വമാണ്. വേറൊരു അതൊക്കെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് വരുന്ന സംഭവങ്ങളാണ്. എന്നെപ്പറ്റി ഒന്നും പറയാനില്ല. ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ സംസാരം നിർത്തിയിട്ട് അതും സ്വീകരിച്ച്, അതെല്ലാം ഒരു ജെനുവിനായിട്ട് മനുഷ്യ സഹജമായിട്ട് അത് മാത്രമായിട്ട് എടുത്തിട്ട് അത് ടി വിയിൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആത്മവിശ്വാസമാണ് എനിക്ക്. ഇപ്പോൾ ഒന്നും പറയാനില്ലെന്ന് പറയുന്നു, പക്ഷേ നാമനിർദ്ദേശ പത്രികയിലെ സ്വത്ത് വിവരത്തിൽ ഒരു പരാതി പോയിട്ടുണ്ട്. പരാതി ഒരെണ്ണയല്ലേ ഉള്ളൂ. കഷ്ടം തന്നെ. എത്ര പരാതി കൊടുക്കുക. ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും കുറച്ച് എഴുതി കൊടുക്കാം. അതെല്ലാം വരട്ടെ. അതിൻ്റെ ആരുടെ ഇതിലാണ് പരാതിയില്ലാതെ? തിരുവനന്തപുരത്തൊക്കെ 100 പരാതിയല്ലയോ. അപ്പോൾ അത് ഒരു കലാകാരനാകുമ്പോഴത്തേക്ക് ഇങ്ങനെ പരാതി വരുമ്പോഴത്തേക്ക് ഒരു ന്യൂസ് വാല്യൂ വരും. അതിൻ്റെ കൂട്ടത്തിൽ പരാതി കൊടുത്ത ആളുടെ പേര്, അയാളുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പം അടുത്ത തലമുറയൊക്കെ വരുമ്പം ഇദ്ദേഹത്തിൻ്റെ അറിയാമോ ഇയാൾ ആരാണെന്ന് അറിഞ്ഞൂടാ, ഇത് മുകേഷിനെതിരെ പണ്ട് പരാതി കൊടുത്ത ആളുടെ കൊച്ചുമോനാണ് എന്ന്. അതല്ലാതെ വേറെ എന്തെങ്കിലും നാട്ടുകാരുടെ ഇടയിൽ നിന്നിട്ട് അവർക്ക് വേണ്ടി ഗുണം ചെയ്തിട്ട് അവരുടെ മനസ്സിൽ കയറിയിട്ട് ആ പേരിൽ അറിയപ്പെടട്ടെ. ഏതെങ്കിലും ഒരു പരാതി കൊടുത്ത ആളുടെ തലമുറകളായിട്ട് അറിയപ്പെടുന്നതൊക്കെ വളരെ മോശമാണ്. ഞാൻ അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവർ ഒരാളെ ഇറക്കിയ ഞാൻ 2 സിനിമാക്കാരെ ഇറക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ മണ്ഡലത്തിൽ സിനിമാക്കാരൊന്നും വരില്ലേ? ഇല്ല, അത് സിനിമാക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ. അതിനകത്തൊന്നും നമ്മളവരെ പെസ്റ്റർ ചെയ്യാനോ ഫോഴ്സ് ചെയ്യാനോ ഒന്നും പാടില്ല. അത് അങ്ങനെ വരെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് സ്വമേധയാ വരുന്നെങ്കിൽ വരട്ടെ. താരപ്രചരണത്തിൻ്റെ ആവശ്യമില്ലേ? മറ്റൊരു താരത്തിൻ്റെ ആവശ്യമില്ലേ? അല്ല, താരം വരട്ടെ, വരുന്നെങ്കിൽ വരട്ടെ. അല്ല, ഞാനായിട്ട് പറയത്തില്ല. അതെന്താ അങ്ങനെ ഒരു തീരുമാനം? അല്ല, അങ്ങനെ പണ്ടും അങ്ങനെ തീരുമാനമാണ്. കാര്യം അത് പണ്ടത്തെ കാലമല്ല. ഇപ്പോൾ ഒരാൾ അയാളുടെ മനസ്സിൽ ഒരു ആത്മബന്ധമോ ഒരു സുഹൃത്ത് ബന്ധമോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഇലക്ഷൻ ഇങ്ങനെ ഒന്ന് സഹായിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ അയാളുടെ പോസ്റ്റർ വലിച്ചു കയറുക, അയാളെ തേജോവധം ചെയ്യുക, അവരുടെ ആൾക്കാർ അയാളുടെ സിനിമകളെ ബാധിക്കുക, അതിൻ്റെ പ്രൊഡ്യൂസർമാർ അയാളെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുക, അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വമേധയാ വരുന്നെങ്കിൽ വരട്ടെ. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 100 പേര് വരും. പക്ഷെ അതല്ലല്ലോ, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. പൂച്ചെണ്ടുകളൊക്കെ ഒഴിവാക്കി ബുക്കും പേനയും ഒക്കെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അത് കഴിവതും അത് പെട്ടെന്നൊരു ദിവസം ആ പൂച്ചെണ്ടുകളെല്ലാം മാറട്ടെ, പുസ്തകങ്ങൾ വരട്ടെ എന്നുള്ളതല്ല. ഇതിൻ്റെ കൂട്ടത്തിൽ അത് ശരിക്കും എല്ലാവർക്കും അനുകരിക്കാവുന്നതാണ്. ഇത് ഒരു ഗുണകരമായ പരിസ്ഥിതി തന്നെ നമുക്കത് ഒരു ഫേവറബിളായിട്ട് വരുന്നതാണ്. പിന്നെ ഈ പുസ്തകം നമുക്ക് പിന്നീട് എടുത്ത് കളയത്തില്ലല്ലോ പുസ്തകം. അതൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലും അതിനകത്തൊരു അർത്ഥമുണ്ട്.
കേരളം വിദ്യാഭ്യാസപരമായിട്ടും വിദ്യാഭ്യാസമാണ് ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ബന്ധമുള്ളതെന്നൊക്കെ വിശ്വസിക്കുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും ഉള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത്. അപ്പം നാച്ചുറലി അത് വരുന്നത് നല്ലതാണ്. ആളുകൾ ഭയങ്കര ആവേശത്തിലാണ്. ഒരു സ്ഥലത്തു നിന്നൊക്കെ എത്ര പുസ്തകങ്ങളാണ്. പുസ്തകത്തിനോടുള്ള, എഴുത്തിനോടുള്ള, പേനയോടുള്ള മലയാളികളുടെ ഏറ്റവും വലിയ ഒരു 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 ആത്മബന്ധമാണ് അത് കാണിക്കുന്നത്. മുകേഷ് ചേട്ടാ, ജൂൺ 4-നാണ് റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനകം കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഇലക്ഷൻ വേണ്ടി വരും. അല്ല, അതൊക്കെ നമ്മുടെ ഭരണഘടനയിലും ജനാധിപത്യത്തിലും ഉള്ളതാണ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിന്ന് പോയി കഴിഞ്ഞാൽ നാച്ചുറലി ജയിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ വരും. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഒരു അംഗം വരും. അതൊക്കെ ഈ ജനാധിപത്യ പ്രക്രിയയിലുള്ളതാണ്. അതൊക്കെ പ്രക്രിയ അത്യാവശ്യമാണ് കൊല്ലത്തിന്. അല്ല, വരും വരും, ഉറപ്പാണ്, വിജയം ഉറപ്പാണ്. എന്നാൽ പിന്നെ കൊള്ളാമല്ലോ, ഇലക്ഷനൊന്നും വേണ്ടല്ലോ. ഞാൻ ജയിച്ചു കേട്ടോ, ഇലക്ഷൻ നടത്തി എന്ന് പറഞ്ഞാൽ അതല്ല. അതിനകത്തൂടെ ആ പ്രോസസ്സിലൂടെ പോകുമ്പോഴാണല്ലോ നമ്മളുടെ ഒരു അനുഭവം, നമ്മുടെ ഒരു സമ്പത്തും ഒക്കെ നമുക്കുണ്ടാകുന്നത്. അനുഭവ സമ്പത്ത്, വെറും സമ്പത്തല്ല കേട്ടോ. ശരി, എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. ആ പ്രോസസ്സ് നടക്കട്ടെ എന്ന ആത്മവിശ്വാസമാണ് ഇടത് സ്ഥാനാർത്ഥി നമ്മളോട് പങ്കുവെക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ചൂടുപിടിച്ച പ്രചരണത്തിലേക്ക് ഇന്ന് നീങ്ങുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മണ്ഡലത്തിലുണ്ട്.